അങ്ങനെ അന്നത്തെ ചെറുപ്പക്കാരൻ്റെ മനോവ്യഥകൾ ഓരോന്നായി വരച്ചിട്ടു ശ്രീനിവാസൻ. ടൗൺ ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രേക്ഷകർ അന്തിമോപചാരം അർപ്പിക്കുകയാണ് മലയാള സിനിമ ഒന്നാകെ തന്നെ. മലയാളത്തിന്റെ തീരാ നഷ്ടം എന്നാണ് സജി ചെറിയാനും ഗണേഷ് കുമാറും ഉൾപ്പെടെയുള്ള മന്ത്രിമാർ അനുസ്മരിച്ചത്. നികത്താൻ കഴിയാത്ത വിടവെന്ന് സംവിധായകൻ വിനയൻ പറയുന്നു. അങ്ങനെ ഓരോരുത്തരും ഓർമ്മിച്ചെടുക്കുന്നത് ശ്രീനിവാസനെ അങ്ങനെ തന്നെയാണ്. സജീഷ് അദ്ദേഹത്തിൻ്റെ നടന വൈഭവമായാലും എഴുത്തായാലും എല്ലാം തന്നെ പകരം വെക്കാൻ കഴിയാത്തത് തന്നെയാണ്. ഓരോ സിനിമകളും ഓരോ തിരക്കഥകളും എടുത്തു നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അർജുൻ ഒരുപക്ഷെ മലയാളിയുടെ അന്നത്തെ സങ്കല്പങ്ങൾ, നായക സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചെഴുതുന്നത് കൂടിയായിരുന്നു ശ്രീനിവാസന്റെ ആകാരമൊക്കെ തന്നെയും. പലപ്പോഴും അത്തരം ചോദ്യങ്ങളോടൊക്കെ വളരെ തമാശ രൂപേണ മറുപടി പറയുന്ന ശ്രീനിവാസനെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം, വടക്കുനോക്കി കേന്ദ്രത്തിലെ തളത്തിൽ ദിനേശൻ എന്ന കഥാപാത്രം അതിൻ്റെ ഒരു നേർചിത്രം കൂടിയായിരുന്നു. സ്വന്തം ഭാര്യയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാൻ ഫ്രെയിമിൽ തത്രപ്പാട് കാണിക്കുന്ന ദിനേശിൻ്റെ ചിത്രം അത് നമ്മൾ എപ്പോഴും ഒരു ഇന്ന് പോലും നമ്മുടെ ഫോണിലൊക്കെ തന്നെയും ഒരു ഇമോജിയായി കിടപ്പുണ്ട്. അങ്ങനെ ശ്രീനിവാസൻ വരച്ചിട്ട കഥാപാത്രങ്ങൾ, അദ്ദേഹം അഭിനയിച്ച് പ്രതിഫലിപ്പിച്ച കഥാപാത്രങ്ങൾ ഓരോന്നും കാലാതിവർത്തിയാണ് എന്ന് തന്നെ പറയണം, അല്ലേ? തീർച്ചയായും വിനീത, മലയാള സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ അത് രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ കണ്ടന്റിലുമൊക്കെ തന്നെ കൊണ്ടുവന്ന ഒരു കലാകാരനാണ് ശ്രീനിവാസൻ. പ്രത്യേകിച്ച് വിനീത പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ നായക സങ്കല്പങ്ങൾ, നായകൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ തന്നെ മാറ്റിമറിച്ച ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം. മലയാള സിനിമയിൽ അന്നേ വരെ പരിചിതമല്ലാത്ത രൂപമുള്ള, പരിചിതമല്ലാത്ത ഭാവത്തിൽ, പരിചിതമല്ലാത്ത ശബ്ദത്തിൽ, പരിചിതമല്ലാത്ത കഥാപാത്രങ്ങളെയൊക്കെ തന്നെ നായകനാക്കി. ഏതൊരു സാധാരണക്കാരനും ഇത് എൻ്റെ കഥയാണ്, എൻ്റെ അനുഭവമാണ്, എനിക്ക് പരിചിതമായ എൻ്റെ ചുറ്റുപാടുമുള്ള കഥകളാണ്, കഥാപാത്രങ്ങളാണ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ സാധാരണക്കാരൻ്റെ നിസ്സഹായ അവസ്ഥയും അവൻ്റെ സാധാരണക്കാരൻ്റെ സാധാരണമായ പ്രശ്നങ്ങളും
അതോടൊപ്പം തന്നെ അത് എല്ലാ തരത്തിലുള്ള വികാരങ്ങളെയും അത്തരത്തിൽ പ്രതിഫലിപ്പിച്ച ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ പരിശോധിച്ചാൽ വിനീത പറഞ്ഞതുപോലെ തന്നെ വടക്ക് നോക്കി യന്ത്രമൊക്കെ തന്നെ ഒരു കാലത്ത് ഒരു പക്ഷേ ഏതൊരു സിനിമാക്കാരനും ചർച്ച ചെയ്യാൻ മടിച്ച അല്ലെങ്കിൽ ചർച്ച ചെയ്യണോ എന്ന് തോന്നി മാറി നിന്ന വിഷയങ്ങളാണ്. അത്തരം കഥകളൊക്കെ തന്നെ മലയാളികൾക്ക് മുമ്പിൽ വളരെ തന്മയത്വത്തോടെ വളരെ ഹാസ്യം കലർത്തിക്കൊണ്ട് അവതരിപ്പിച്ച ഒരു കലാകാരനാണ് ശ്രീനിവാസൻ.